നിങ്ങളുടെ ഹണിമൂൺ ഷൂട്ട് ഇങ്ങനെയായി പോയല്ലോ. ഓൺ ഫയർ ഹണിമൂൺ ഓൺ ഫയർ. മല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ചത് വ്യായാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ചത് വ്യായാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി. ഗൈസ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മളിപ്പോ മൂന്നാറിലെ മൗണ്ടൻ ക്ലബ് റിസോർട്ടിലാണ്. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഫ്രണ്ടായ ലിബിന്റെ വീട്ടിന്റെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണ്. ഇന്നലെ ആയിരുന്നു പറഞ്ഞ ഹണിമൂൺ ആഘോഷം. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ പണിയൊന്നും കൊടുത്തില്ല കേട്ടോ. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഒക്കെ കൊടുത്തു. സോ ഇന്ന് നമ്മൾ ഈ റിസോർട്ടും മൂന്നാറും ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ പറയട്ടെ ഗൈസ്, ഇത് എന്താണെന്നറിയോ, ഒരുപാട് ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മൗണ്ടൻ ക്ലബ് റിസോർട്ട്. അവിടെ നിന്ന് ഈ ഒരുപാട് മെയിൻ റോഡിൽ ഒരുപാട് ഉള്ളിലേക്കാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. സോ ഇറ്റ്സ് സോ സൈലന്റ്. ഇറ്റ്സ് ആക്ച്വലി സ്കാരി സൈലന്റ് ആണ്. അത്രയും കാം ആൻഡ് സൈലന്റ് പ്ലേസ് ആണ്. ബെസ്റ്റ് പാർട്ട് ഇസ് ദ വ്യൂ. ഇതാണ് നമ്മുടെ വ്യൂ. രാവിലെ നമ്മുടെ ബാൽക്കണി തുറന്നു കഴിഞ്ഞ് നോക്കി കഴിയുമ്പോഴുള്ള വ്യൂ നോക്ക്. സോ ബ്യൂട്ടിഫുൾ നോ. ഇത് തന്നെ കണ്ടോണ്ട് ശരിക്കും ഫുൾ ഡേ ഇരിക്കാം. അത്രയും അടിപൊളിയാണ്. രാവിലെ തന്നെ ഒരാൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദിയനെ വെയിറ്റ് ചെയ്യാണ് കളിക്കാനായിട്ട്. നിങ്ങൾ ആദ്യമേ കളിക്ക്. അപ്പൊ ലിബിൻ അങ്കിളിന്റെയും മിറ്റാനിയുടെയും വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം കേട്ടാ. എന്നിട്ട് പ്ലേ ഏരിയയിലൊക്കെ പോവാ. ആദ്യത്തെ രാവിലത്തെ പരിപാടി എന്താ അറിയോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ വന്നാല് നമ്മൾ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോവാണ്. അവരുടെ വളിച്ച ഒരു ചമ്മലാണ്, എസ്പെഷ്യലി ലിബിന്റെ മുഖത്ത് കേട്ടാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോവാം. പൂളിൽ പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങണം. മൂന്നാറിന്റെ ഈ ഒരു കുറച്ച് വ്യൂ പോയിന്റ് എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത് ഇവിടെ അടുത്ത്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് അടിപൊളി. കുറെ കാലം കഴിഞ്ഞിട്ട് മൂന്നാർ വരുന്ന ഒരു സുഖം ഉണ്ടല്ലോ. സൂപ്പർ. ഇപ്പോഴാണ് എഴുന്നേക്കുന്നത് രണ്ടുപേരും. ആര് ആര് ഞങ്ങള് മാത്രം ഇല്ലായിരുന്നു. എല്ലാരും ഇവിടെ പോസ്റ്റ്. ഇതാണ് ലിറ്ററലി പോസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. പോവാലോ ഇനി. ഇത് ആദ്യമേ കുറച്ച് ഇതിന്റെ അകത്ത്, പിന്നെ ലഞ്ച്, പിന്നെ ഇവരുടെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട്. പ്രിയനെ അത് വേണ്ട, നമുക്കൊരു ഡിന്നറിന്റെ ചെലവിപ്പിച്ചാ മതി. നേരെ നമ്മള് ഇവിടുന്ന് നേരെ ഹയാത്തിൽ പോവാം. ഏത് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാരും പിരിയും. സമാധാനമല്ല, ഇവിടെ ഇറങ്ങാതെ ഇരിക്കരുത്. സമരമായിരുന്നു. കൊട കിട്ടാതെ ഇറങ്ങില്ല എന്ന്. കൊടുക്ക്. വാ, ഇവിടെ ഒരു തൊപ്പിടാനുള്ള യുദ്ധമാണ്. ആ ബോയ്സ് എല്ലാരും കൊടയിടും. അവയത് വേണ്ട. വാ, ആ ഡോർ അടയ്ക്ക, കുരങ്ങ് കയറി പോവും. മങ്കി. അവിടുന്ന് കാഷ്വലായി ചിരിച്ചുകൊണ്ടൊക്കെ നടന്നു വന്നു കഴിഞ്ഞാൽ നല്ല സിനിമാറ്റിക് വീഡിയോ കിട്ടും. ലിബിൻ ഒന്ന് കൈ പിടിക്കണ്ട ലിബിനെ. ഇതാണ് പണി. ഇതൊക്കെയാണ് അവർക്ക് ആക്കോട്ടെ ഓർമ്മ കാണുള്ളൂ. ഇവരായിട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോസ് ഫോട്ടോസ് ഒന്നും എടുക്കില്ല. ആരും എടുക്കില്ല. അതാ പറഞ്ഞ കല്യാണത്തിന്റെ കാടി നല്ലായിരിക്കും. നോക്കിയോ, കല്യാണത്തിന് കണ്ടില്ലല്ലോ പ്രിയ ഇവരുടെ. ഞാൻ ഫുൾ കണ്ടു. ഫുൾ സ്ലോ മോഷനാ. മറ്റേ അമ്പൽ നീരൻ സ്റ്റൈലാ മൊത്തം. ഇപ്പോഴാണ് ഞങ്ങള് ഭംഗി കാണുന്നത് റിസോർട്ട്. രാവിലെ ഇറങ്ങുമ്പോഴാണ് ശരിക്കും ബ്യൂട്ടിഫുൾ ആയി നമുക്ക് തോന്നുന്നത്. മൗണ്ടൻ ക്ലബ് റിസോർട്ടാണ്. കംപ്ലീറ്റ് ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള സ്റ്റോൺ കോട്ടേജസ് ആണ്. അതുകൊണ്ട് റൂമിന്റെ അകത്ത് സമ്മർ ഈ മാർച്ചിൽ തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. അല്ലെ, ലൊക്കേഷൻ കണ്ട് ഒരാള് കിടക്കും ഒരാളാട്ട്. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് നാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിബിന്റെ വഴി മിറ്റയുടെ വഴി. പിന്നെ ഊഞ്ഞാലിരിക്കാൻ പിന്നെ ഊഞ്ഞാലിരിക്കാൻ പറഞ്ഞ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കണ്ട ആട്ട കിടന്നോ, ആട്ടിത്തരൂ. കേട്ടിട്ടുണ്ട്. നമ്മൾ അന്ന് പോയപ്പോ നിങ്ങൾ ഊഞ്ഞാലിലൊന്നും ഓർമ്മയുണ്ടോ? പൊട്ടിയില്ല, പൊട്ടുന്ന വക്കത്തെത്തി. അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു 20 കിലോ കുറവായിരുന്നു. അത് കറക്റ്റാ. നമ്മൾ ഇരുന്നില്ല. പക്ഷെ ഊഞ്ഞാല് അവര് പോയി വേദം ആട്ടിക്കൊടുക്കാൻ തീയതി കേത്തിക്കോളെ.
പൊക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പൊക്കാം. 2 വർഷം പാരീസിൽ മറ്റേ ന്യൂസിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ. മറ്റേ മോഹൻലാൽ ഇടിക്കാൻ പോകുന്നതിന് മുമ്പ് വാച്ചൊക്കെ ഊരുന്നുള്ളത്, വാച്ചൊക്കെ ഊരി പോകുന്നുണ്ട്. ഇതെന്താ ഇത്? കുറച്ചും കൂടെ റൊമാൻറ്റിക് ആയിക്കോട്ടാ. ഫുൾ പരാതിയാണ് അന്റിന്റെ റൊമാൻസ് കുറച്ച് കുറവാന്ന്. കുട്ടികൾക്ക് വേണ്ടി ഫിഷ് ഫീഡിങ് ഏരിയയാണ്. മൊത്തം ഗോൾഡ് ഫിഷ് പോലത്തെ ഫിഷിനെ ഇവിടെ. പക്ഷെ എനിക്ക് ഇന്ന് ഫിഷ് ടാങ്കിനെ കാട്ടി ഭംഗിയെന്ന് അറിയോ, ഇതിന്റെ സൈഡിലത്തെ ഡെക്കറേഷൻ ആണ്. കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ആണ്. ഏത് ഫ്ലവർ ആവോ, എപ്പോഴും ബ്ലൂം ചെയ്തിരിക്കും എന്നാ അവര് പറയുന്നത്. നമുക്ക് മൊത്തം പയ്യെ കൊടുക്ക, ചാടും കേട്ടോ ചെലപ്പോ ഇത്. എവിടെ അന്നിന്റെ കൈ അന്നിന് അല്ലെങ്കിലേ സീ ഫുഡ് ഇഷ്ടമല്ല. തോംസിന്റെ ഒക്കെ ആയിരിക്കും അത്. എന്താന്നറിയോ, ഷൂ ഒക്കെ പോളിഷ് ചെയ്യാനായിട്ടാ. അങ്ങനെ ക്ലീനായി മറ്റേ കാല് റെഡി അല്ലേ? എന്തിന്? അങ്ങനെ ഇരുന്നോ, സെർവിങ് ഇല്ല, ബുഫയാണ്. ഫ്രഷ് ഫ്രൂട്ട്സ്. ഓ എന്ത് വേണം, റസഗുള്ളയാ, ഗോളടിച്ചു. കേക്ക്സ്, റസഗുള്ള. എന്തായി കഴിക്കില്ലേ? ആ പിന്നെ വേറെന്താ, അടപ്പായസം ഉണ്ടല്ലോ, പാലട. ഇന്നത്തെ കാര്യം തീരുമാനമാവും. പിന്നെ ഫ്രഷ് സാലഡ്സ് ഉണ്ട്, എവറിത്തിങ്. എന്തോ പൈനാപ്പിൾ മുളകിട്ടത് കണ്ടിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ റോസ്റ്റഡ് ക്രീം ഓഫ് ക്യാരറ്റ്, അത് അടിപൊളിയായിരിക്കും. സൂപ്പ്, ജാപ്പനീസ് ചിക്കൻ സൂപ്പ്, അതൊരു സ്പൈസി സൂപ്പ് പോലെയാണെന്ന് തോന്നുന്നു. ഫ്രൈ കബാബ്, ഹണി ചില്ലി പൊട്ടറ്റോ ടേസ്റ്റി ആയിരിക്കും. ഗോപി മഞ്ചൂരിയൻ, ഫ്രൈംസ് ഉണ്ടല്ലോ പറയാ. കേർഡ് റൈസ്, അന്തോന് കേർഡ് റൈസ് മതിയല്ലോ. കേർഡ് റൈസ്, സാമ്പാർ, എരിശ്ശേരി നല്ല ടേസ്റ്റി ആയിരിക്കും. പ്രിയയുടെ ബീട്രൂട്ട്. പിന്നെ പാസ്ത, നൂഡിൽസ്, കോക്കനട്ട് റൈസ്, അതും ഫിഷ് കറി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റീംഡ് റൈസ്, ദാൽ ബട്ടർ കറി, പിന്നെ ചില്ലി ഫിഷും ചിക്കൻ കറി, ഫുൾ സെറ്റ്. ഒന്നുമില്ല, ജഫ്രൻ മാത്രമുള്ളൂ ഇല്ലാത്ത. മിസ്സായിരുന്നല്ലേ? അതെ, ഭയങ്കര കുറവാണ്, മിസ്സായിരുന്നു. ആദ്യമായിട്ട് മോർണിംഗ് വോക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ക്രീം ഓഫ് ക്യാരറ്റ് ആണ്. നമ്മുടെ നാട്ടിലൊരു കാഷീസും അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റൽ ഹോട്ടലിൽ കിട്ടുന്ന രീതിയിലുള്ള സംഭവം. അതിന്റെ കൂടെ നല്ലൊരു ബ്രെഡ് സ്റ്റിക്കും. സൂപ്പ് എടുത്താ അടിപൊളിയാ. എരിശ്ശേരിയും ബീട്രൂട്ടും ഫിഷും ചിക്കൻ കറിയും. ആ ഇല്ല, അത് കഴിഞ്ഞിട്ട് റസഗുള്ളയും. ഇവർക്ക് കുറച്ചും കൂടെ ഡയറക്ഷൻ ചെയ്ത് കൊടുക്കാനുള്ളതാ. അത് പറ്റില്ല. പ്രിയയുടെ പ്ലേറ്റ് ഫ്രൈംസ് അതിലില്ലാത്തൊന്നും ഇല്ല. ഇത് ജെഫ്രിന്റെ ഓർമ്മയാണ്. ജെഫ്രിന്റെ ഓർമ്മ പ്രിയ തീർത്തു. ബാക്കിയുള്ള സംഭവങ്ങള് അതായത് ചോറ്, സാമ്പാർ, ബീട്രൂട്ട്, ഫ്രൈംസ്, എരിശ്ശേരി, ഫിഷ് ഫ്രൈംസ്. ആ സമയത്ത് ഇവര് നോക്ക്, രണ്ട് ഡീസന്റ് ആയിരിക്കുന്ന രണ്ടുപേര്. പിള്ളേർക്ക് വേണ്ടി ഒരു 1/2 കിലോമീറ്റർ താഴത്തേക്ക് നടന്ന പ്ലേ ഏരിയ എത്തും. അവിടെ പോയി ക്യാരംസ് ഒക്കെ കളിച്ച് വൈകുന്നേരം ആവുമ്പോ തിരിച്ചു മുകളിലേക്ക് കയറുക. എന്തിന്? തണലാണെങ്കിലും മേബി എസ്തെറ്റിക് ആയിട്ട് വേണമെങ്കിൽ കൊട പിടിച്ച് നടക്കാം. കൊടയൊക്കെ പിടിച്ച് കുറച്ച് റൊമാൻസ് നടന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ട്രെയിലറിൽ ഇടാം. ഒരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ പോലും അടിയിൽ ഇതിനെ കാട്ടി നല്ല പ്ലേ ഏരിയ ഉണ്ട്. വേദു അവിടെ കൊണ്ടുപോകാം. വേദുവിന് എന്ത് ചെയ്യാനേ? എന്തിനാ ഇത്രയും പേടി? ഉറങ്ങണോ? ശരിയാവും. അവർക്കറിയില്ല എത്ര സ്റ്റെപ്സ് ഇറങ്ങാൻ ഉണ്ടെന്ന്.
ഇവിടുത്തെ കിഡിലൻ ആക്ടിവിറ്റി ഏരിയ. ഞാൻ ഒന്ന് മൂന്നാറിൽ വെച്ച് ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റി ഏരിയ. എന്താ ഇത്? വാ കളിക്കാം നമുക്ക്. വാ ഇത് നോക്കിക്കേ, എന്തൊരു വലിയ പ്ലേ ഏരിയ. ബില്ലിയാർഡ്സ്, ഫ്യൂസ് ബോള്, ലൂഡോ, ചെസ്, ടേബിൾ ടെന്നീസ്, എയർ ഹോക്കി, ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നുള്ള വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ വ്യൂ നോക്ക് ഗൈസ്, പെർഫെക്റ്റ്. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിക്ചർ പെർഫെക്റ്റ് ഫ്രെയിം കിട്ടുള്ളൂ. ഇത് നോക്ക്, അടിപൊളിയല്ലേ? കൊറേ വർഷങ്ങളായി കേൾക്കുന്നത് ഞാൻ ക്യാരംസിന്റെ ചാമ്പ്യൻ ആണ്, ഞാൻ ഭയങ്കര ക്യാരംസ് കളിയാന്നൊക്കെ. ഇതിന് ജെഫ്രിനാണ് ചാമ്പ്യൻ, ഞങ്ങളുടെ ചാമ്പ്യൻ ജെഫ്രിനാണ്, കേട്ടല്ല? ജെഫ്രിൻ ഇവിടെ സെയിം ആണ്. ഇവിടെ ആരാ ജയിക്കുന്നത്? മീറ്റയ്ക്ക് തുറന്നേ കിട്ടിയിട്ടുള്ളോ? അതെനിക്ക് തോന്നുന്നു എടുത്തു കൊടുക്കുന്നതായിരിക്കും പ്രിയ. മേരിയ കളിക്കില്ല ക്യാരംസ്? മേരിയാൻ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്നു. ഭാര്യയും ഭർത്താവും കൂടെ സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് കളിക്കുന്നു പറയാ. അത് കൊള്ളാലോ. ഇതിന്റെ അടുത്ത് വ്യൂ പോയിന്റ് പോണം എന്ന് പറഞ്ഞില്ലേ? ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഒറ്റ വ്യൂ പോയിന്റ് ആണ് അടുത്ത്. ആന ഇറങ്ങൽ വ്യൂ പോയിന്റ് നോക്കാൻ പോയി, കണ്ടിട്ട് വരാം. ബാ. ഒരു കാര്യമുണ്ടോ, ഒരു കളി ആർക്കും കളിക്കാൻ അറിയില്ല. അങ്ങനെ കൊണ്ട് അന്തുവിന്റെ ബില്ലിയാർഡ്സ് അറിയില്ല, ലിബിന്റെ ഫൂട്ബോൾ അറിയില്ല, ടേബിൾ ടെന്നീസ് അറിയില്ല, പ്രിയയ്ക്ക് ഒന്നും അറിയില്ല, ക്യാരംസ് പോലും അറിയില്ല. എനിക്കിതിലെല്ലാം കളിക്കാൻ അറിയാം. ഏതാ കാണണ്ടേ പറ? ക്യാരംസാ? വാ, അതെല്ലാവർക്കും അറിയാം. വാ, ടേബിൾ ടെന്നീസ് കളിക്കും. വാ, ലൂഡോ എനിക്കറിയില്ല. കഴിഞ്ഞ എന്തായി? മറ്റേ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോലെയാണോ? ബാബാ, ഇനി ഫോട്ടോഷൂട്ട് ബാക്കിയുള്ളതാ. ഗെയിംസ് ഏരിയ ആണെങ്കിലും അങ്ങനെ ഭയങ്കര ക്രൗഡ് ഒന്നുമില്ലെങ്കിലും ടോയ്ലറ്റ്സ് ഭയങ്കര ക്ലീൻ ആണ്. നമുക്ക് മെയിൻ സ്ഥലം വരെ പോകണ്ട, വെള്ളത്തിന്റെ ക്യാൻ വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുൾ സൗകര്യമാണ്, എക്സ്ട്രീംലി ക്ലീൻ ആണ്. ഫാൻ ഉണ്ട്. കളിക്കേണ്ടവർക്ക് ഇവിടെ വെളിയിലിരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. ഫുൾ സെറ്റപ്പ്, ബെസ്റ്റ് ഫാമിലി റിസോർട്ടിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കിട്ടുന്ന ഒരു കളിയൊക്കെ തോറ്റതേ വരുന്നുണ്ട് പ്രിയ. ലിബിൻ തോപ്പിച്ചല്ല അല്ലേ? എവിടെ ആള്? ആരും ജയിച്ചില്ല. ഓക്കെ, അടുത്ത പരിപാടി നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിലൊക്കെ പോയി ഇവർക്ക് നല്ല ഫോട്ടോസും മെമ്മറീസും ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശം. ഇവര് വേണമെങ്കിൽ പോയി കഴിഞ്ഞുണ്ടല്ലോ, അവരെ ഫോട്ടോസ് വേണ്ട, അത് വേണ്ട, പക്ഷെ ഇതൊക്കെ എപ്പോഴും ഒരു മെമ്മറിയാണ്. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ പറയുകയാണ്. സോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വ്യൂ പോയിന്റ് ഇപ്പോൾ അതിന് തിരിച്ച് ഇവിടെ വരിക. ക്യാമ്പ് ഫയർ, കുറച്ച് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹോപ്പ്ഫുള്ളി അവസാനം എല്ലാ വീഡിയോസും കൂടെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അടിപൊളി. അടുത്തറിയില്ലേ? വാ, അടുത്ത വീഡിയോ. പിന്നെ വേണ്ടേ? എന്താ വേണ്ടാത്ത? നമ്മള് പോന്ന വരെ ഇതായിരിക്കും പരിപാടി. പോക്കറ്റ് ചെയ്ത് കൈ എടുക്ക്. ആ, എന്താ വേണ്ടേ? 1 2 3 കിട്ടി. ഫോട്ടോ സെഷൻ എടുക്കാൻ വന്നിട്ട് ഇവിടെ ബാക്കിയുള്ള റേറ്റ് എടുത്തല്ലേ? നോക്കി പഠിക്കാനാണ്. അതാ നല്ലത്. ആ ഒരു പിങ്ക് ആ ഡ്രസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ഏവിയേറ്റർ ഇട്, രണ്ടുപേരും റൗണ്ട് ഇടും. ഷൂട്ട് കഴിഞ്ഞു ഇനി കോഫി വേണമെങ്കിൽ വേഗം കയറുക. പിന്നെയും കാറ് മാറിയാ. ഇവര് രണ്ടുപേരും ഇട്ട് വട്ടം കളിക്കും. വേദവും ദിയ അടികൂടമ്പ വേദവും ഈ കാറില്, ദിയ ആ കാറില്. ലിബിന് അതനുസരിച്ച് ലിബിനും മീറ്റേയും മാറിക്കൊണ്ടിരിക്കും. കേട്ടോ പ്രിയ? എയർ ഡ്രോപ്പ് ഇപ്പൊ തന്നെ വേണമെന്ന്. എടുപ്പിക്കാൻ എന്ത് പാടാ. എന്നിട്ട് വാങ്ങാൻ ഒരു കുഴപ്പമില്ല.
എല്ലാരും വാങ്ങി. അതൊക്കെ ഞാൻ ഇപ്പോഴൊന്നും വാങ്ങൂല. ചിലപ്പോ ഒരു മാസമൊക്കെ കഴിഞ്ഞ അന്നൊരു ഫോട്ടോ എടുത്ത് അന്നേ ഡിലീറ്റ് ചെയ്തും കാണും. എന്നിട്ട് പിന്നെ ഞാൻ പോയി ഇന്ന് തപ്പലോടെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു, പൊങ്ങി വരുന്നു. അത് സൂപ്പർ ആയിരുന്നു അല്ലേ ഗൈസ്. അപ്പൊ തിരിച്ച് നമ്മള് റൂമിൽ നമ്മുടെ മൗണ്ടൻ ക്ലബ് റിസോർട്ടിലെത്തി. കോഫി ആക്ച്വലി ഇവിടെ കോഫി ടീ ആൻഡ് സ്നാക്ക് കോംപ്ലിമെന്ററി ആണ്. പക്ഷെ പഴംപൊരി ഈസ് ഔട്ട് സ്റ്റാൻഡിങ്. അതല്ലാതെ ഇവിടെയുള്ള വ്യൂ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ലേക്ക്, അതിൻ്റെ അപ്പുറമുള്ള മൗണ്ടൻസ്, പൂള് എല്ലാം കൂടെ കണ്ട് ഭയങ്കര പെർഫെക്റ്റ് സ്പോട്ടാണ് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ. ഇതായിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളി അടിപൊളി. പഴംപൊരി, കോൾഡ് കോഫി, ഹണി, ഇനി ഒരു ചീസ് ഫിംഗേഴ്സും കൂടെ വരും. ഒരാളിന് കുറവുണ്ടല്ലോ. അവിടെയാണോ? ഓ ഇത് ഭയങ്കര പോയല്ലോ അല്ലേ? നിങ്ങളുടെ ഹണിമൂൺ ഷൂട്ട് ഇങ്ങനെ പോയല്ലോ. ഓൺ ഫയർ, ഹണിമൂൺ ഓൺ ഫയർ. അതെ, ഇവിടെ വേഗം പോസ് നല്ലൊരു ഫോട്ടോ എടുക്കാം. വേഗം നിക്ക്, വീട്ടിൽ പോ. ഒരിക്കലും ആർക്കും കിട്ടാത്തൊരു ഹണിമൂണായി. ഫോറസ്റ്റ് ഫയറിന്റെ ഒരു എപ്പിറ്റമിയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ടൂ മച്ച്. ആരോ മേളിന്ന് കത്തിച്ചു വിട്ടാന്ന്. ഷോ ഭയങ്കരമായി പോയത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. മേളിൽ നിന്ന് അവർ കത്തിച്ചെടുത്താണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടിപൊളി വീഡിയോ ഫോട്ടോസ് കിട്ടിയേട്ടാ. അടിപൊളി. ഇത് നേരെ ക്യാമ്പ് ഫയർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ ഒരു ഇഫക്റ്റ് കാണില്ല. ഇനി ക്യാമ്പ് ഫയറിന് എന്ത് ഇഫക്റ്റ് അല്ലേ? ഇനി ക്യാമ്പ് ഫയറിന് ഒരു ഇഫക്റ്റും ഇല്ല. ബാ, ഒരു നല്ല വീഡിയോ എടുക്കാൻ കൊടുത്ത ഒരാളുടെ കയ്യില് ഒരു പ്രയോജനം ഇല്ലാതെ പോയി. ഇഷ്ടംമാതിരി ആൾക്കാർ DJ നൈറ്റ് ഒക്കെ ആണല്ലോ. ക്യാമ്പ് ഫയർ, DJ നൈറ്റ് ഒക്കെ സെറ്റ് ആവുന്നതേ ഉള്ളൂ. സംഭവമാണ്. വെറുതെ വേണമെങ്കിൽ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരുക്കുന്നതാ. നിങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസും കൂടെ നമുക്ക് ഈ രാത്രി അവസാനിപ്പിക്കാം. 10-20 കസേര ഉണ്ടെന്നേ ഉള്ളൂ. ഞങ്ങള് കാണാം. നിങ്ങൾ ഡാൻസ് ചെയ്യല്ലോ അല്ലേ? വീട്ടിൽ ഡാൻസ് ചെയ്യും. രണ്ടുപേരും ബൈ ബൈ. അങ്ങനെ നമ്മുടെ നൈറ്റ് ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് കിടിലന്റെ ഒരു ക്യാമ്പ് ഫയറും ഉണ്ട്, ലൈവ് മ്യൂസിക്കും ഉണ്ട്, വൈബ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇത് നോക്ക്, വയസ്സായവര് പോയി ഇരിക്കില്ല സാധാരണ പെർഫോമൻസ് കാണാൻ. അതുപോലെ ഇരിക്കുന്ന കുറെ പേരും ഉണ്ട്. വേദുവിന് മാത്രം എനർജി ഉണ്ട്. ഓക്കെ, ഹണിമൂണൊക്കെ കഴിഞ്ഞു. തിരിച്ച് നാളെ നാട്ടിലേക്ക് അടിച്ചു പൊളിച്ചല്ലോ. നാളെ മറ്റേ റീലും കൂടെ ചെയ്യാം. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ. തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ചത് വ്യായാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ചത് വ്യായാമം, പൂക്കളും പുഴകളും